പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പർ എന്ന ടോപ്പിക്കാണ്. യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യുന്നത്? ഒന്ന്, മെഷറിംഗ് ഇൻഫ്ലേഷൻ ഓർ ഡിഫ്ലേഷൻ. നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും നമുക്ക് എക്കോണമിയിൽ വന്നിട്ടുള്ള പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റം മനസ്സിലാക്കാൻ സാധിക്കും ഓരോ കാലഘട്ടത്തിനനുസരിച്ച്. അപ്പോൾ ഇത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം ഇൻഫ്ലേഷൻ ഉണ്ട്. അത് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡൗണിലേക്കാണ് ഡിഫ്ലേഷൻ ഉണ്ട്. യൂസ്ഡ് ബൈ RBI ആൻഡ് എക്കണോമിക്സ് ടു മോണിറ്റർ പ്രൈസ് സ്റ്റെബിലിറ്റി. RBI എക്കണോമിക്സുകളും പ്രൈസ് സ്റ്റെബിലിറ്റി മോണിറ്റർ ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അഡ്ജസ്റ്റിംഗ് വേജസ് ആൻഡ് സാലറീസ്. നമുക്ക് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എക്കോണമിയിൽ സാധനങ്ങളുടെ വിലയിൽ വന്ന മാറ്റം എടുക്കാം. അപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ വർഷം 10,000 രൂപയാണ് കിട്ടുന്നത് എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ 5 കൊല്ലവും 10,000 രൂപയാണ് ഓരോ മാസം സാലറി. പക്ഷെ എക്കോണമിയിലെ സാധനങ്ങളുടെ വില കൂടിക്കഴിഞ്ഞാൽ അവർക്ക് 10,000 രൂപ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ അതിനനുസരിച്ച് വേജും സാലറിയും ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനികളൊക്കെ വേജും സാലറിയും അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, DA അഡ്ജസ്റ്റഡ് ബേസ്ഡ് ഓൺ CPI ഇൻ ഇന്ത്യ. എക്കണോമിക് പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിംഗ്. എക്കണോമിക് പ്ലാനിങ്ങിനും പോളിസിക്കും ഇത് യൂസ് ചെയ്യുന്നത്. ഇൻഡെക്സ് നമ്പർ ഹെൽപ്പ് ഗവൺമെന്റ് അണ്ടർസ്റ്റാൻഡ് ദ എക്കണോമിക് എൻവയോൺമെന്റ് ആൻഡ് ഡിസൈൻ അപ്രോപ്രിയേറ്റ് എക്കണോമിക് പ്ലാൻ ആൻഡ് പോളിസി. ഒരു എക്കോണമിയിലെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്കണോമിക് പ്ലാനുകൾ ഡിസൈൻ ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇഫ് ഇൻഫ്ലേഷൻ ഹൈ ആണെങ്കിൽ ഗവൺമെന്റ് മേ റെഡ്യൂസ് സ്പെൻഡിങ് ഓർ ഇൻക്രീസ് ടാക്സസ്. ഒരു എക്കോണമിയിൽ ഇൻഫ്ലേഷൻ കൂടുതലാണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? സ്പെൻഡിങ് റെഡ്യൂസ് ചെയ്യണം, ടാക്സ് കൂട്ടണം. കമ്പയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഇൻഡെക്സ് നമ്പർ ഹെൽപ്പ് കമ്പയർ ഹൗ ദ കോസ്റ്റ് ഓഫ് ലിവിംഗ് വേരീസ് അക്രോസ് റീജിയൻ ഓർ ടൈം പീരീഡ്. ഓരോ റീജിയനിലെ അല്ലെങ്കിൽ ഓരോ ടൈം പീരീഡിലെ കോസ്റ്റ് ഓഫ് ലിവിംഗിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മെഷർ ചെയ്യാൻ സാധിക്കാം. എ CPI ഓഫ് 160 in one city, 120 in another means the first city is more expensive. ഒരു സിറ്റിയിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 160 മറ്റൊരു സിറ്റിയിൽ 120 ആണെങ്കിൽ അതിനർത്ഥം ഫസ്റ്റ് സിറ്റിയിൽ എന്താണ് മോർ എക്സ്പെൻസീവ് ആയിട്ടാണ് ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അനലൈസിങ് മാർക്കറ്റ് ട്രെൻഡ്സ്. ബിസിനസ് യൂസ് ഇൻഡെക്സ് നമ്പേഴ്സ് ടു മോണിറ്റർ സെയിൽ, ട്രെൻഡ്, കൺസ്യൂമർ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് മൂവ്മെന്റ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾ എന്ത് ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യുന്നത് സെയിൽസ് മോണിറ്റർ ചെയ്യാന്, സെയിൽസിന്റെ ട്രെൻഡ്, കൺസ്യൂമറുടെ ഡിമാൻഡ്, മാർക്കറ്റ് മൂവ്മെന്റ്. ഇഫ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് ഫാൾ, എ കമ്പനി മേ റെഡ്യൂസ് പ്രൊഡക്ഷൻ ഓർ ചേഞ്ച് പ്രൈസ്. ക്വാണ്ടിറ്റി ഇൻഡെക്സ് ഫാൾ ചെയ്താൽ അതിനർത്ഥം ക്വാണ്ടിറ്റിയിൽ ഉള്ള കൺസംഷൻ കുറഞ്ഞു എന്നാണ്. അതിന്റെ അർത്ഥം കമ്പനി എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ കുറക്കണം അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ച് ചെയ്യണം. സ്റ്റഡിയിങ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ട്രാക്സ് ഹൗ ഇൻഡസ്ട്രി സെക്ടേഴ്സ് ആർ ഗ്രോയിങ് ഓവർ ടൈം, ഹെൽപ്പിംഗ് ടു ഇവാലുവേറ്റ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത്. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് നമുക്ക് ഒരു ഇൻഡസ്ട്രി സെക്ടറിലുള്ള ഗ്രോത്ത് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ ഒരു രാജ്യത്തിന്റെ, ഒരു എക്കോണമിയുടെ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ IIP ഷോസ് എ ഡിക്ലൈൻ. IIP ഡിക്ലൈൻ ചെയ്യാണ്. ഇറ്റ് സിഗ്നൽ സ്ലോ ഡൗൺ ഇൻ പ്രൊഡക്ഷൻ ഓർ ഡിമാൻഡ്. അതിന്റെ അർത്ഥം പ്രൊഡക്ഷനിലും ഡിമാൻഡിലും സ്ലോ ഡൗൺ ആണ്. ഡിഫ്ലാറ്റ് നാഷണൽ ഇൻകം. ടു ഗെറ്റ് റിയൽ GDP. നമുക്ക് റിയൽ GDP ലഭിച്ചാൽ വി നീഡ് ടു റിമൂവ് ദ എഫക്ട് ഓഫ് പ്രൈസ് ചേഞ്ച് ഫ്രം നോമിനൽ GDP. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എഫക്ട് ഓഫ് പ്രൈസ് ചേഞ്ച് ഫ്രം നോമിനൽ GDP. റിയൽ GDP നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് ചേഞ്ചിലുള്ള നോമിനൽ GDPയിലുള്ള മാറ്റം മനസ്സിലാക്കാൻ സാധിക്കും. ദിസ് ദെൻ യൂസിങ് GDP ഡിഫ്ലാക്ടർ. GDP ഡിഫ്ലാക്ടർ നമ്മൾ കാണുന്നത് റിയൽ ഇൻകം മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഇൻകം മെഷർ യൂസ്ഡ് ഇൻ ഷെയർ മാർക്കറ്റ് അനാലിസിസ്. ഇത് ഷെയർ മാർക്കറ്റ് അനാലിസിസിന് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസ് ഷോസ് ട്രെൻഡ്സ് ഇൻ സ്റ്റോക്ക് പ്രൈസസ് റിഫ്ലക്റ്റിംഗ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ആൻഡ് എക്കണോമിക് കണ്ടീഷൻ. സ്റ്റോക്ക് ഇൻഡെക്സിന്റെ, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ട്രെൻഡും സ്റ്റോക്ക് പ്രൈസിലുള്ള ട്രെൻഡും മറ്റും മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്ററുടെ കോൺഫിഡൻസും എക്കണോമിക് കണ്ടീഷനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്റർനാഷണൽ കമ്പാരിസൺ, ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ ചെയ്യാൻ, ഓരോ രാജ്യങ്ങളെ ഇൻഫ്ലേഷനിൽ കമ്പാരിസൺ ചെയ്യാൻ, റിയൽ ഇൻകം മനസ്സിലാക്കാൻ, പർച്ചേസിംഗ് പവർ മനസ്സിലാക്കാൻ. അക്കാദമിക് ആൻഡ് റിസർച്ച് യൂസ്. അക്കാദമിക് യൂസിനും റിസർച്ച് യൂസസിനും യൂസ് ചെയ്യുന്നുണ്ട്. പഠന കാര്യങ്ങൾക്ക്, പ്രൊജക്ടുകൾക്ക് മറ്റൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിന്റെ യൂസസ് പറയാൻ സാധിക്കാം. ഓക്കെ, താങ്ക് യു.